ആയതുകൊണ്ട് അങ്ങനെയുള്ളതായ ഭഗവാന്റെ മുൻപട്ടം ഒന്ന് അഞ്ജലി കൂട്ടിയിരിക്കുന്നതായ അനുഭവം തന്നെയാണ്. ഇരിക്കട്ടെ, ഏത് തന്നെയായാലും എട്ടില്ലെന്നിരിക്കുന്നതായ പൊൻകരുത്താണ് അല്ലേ അല്ലേ ഗരിപരാധികളെ? പൊൻകരുത്തല്ലേ ഭഗവാൻ? നിങ്ങളുടേതായ എല്ലാവിധ കാര്യകാരണഭൂതനായിരിക്കുന്ന പരദേവത അതിവിടെയും പരതാൻ ഇടവരുത്താതിരുന്നക്കവണ്ണം എല്ലാടിമാരെ സന്തോഷമായി കേട്ടോ. നിങ്ങളിരിക്കുന്നതായ ഭക്തി എന്നിരിക്കുന്നതായ അനുഭവത്തെങ്കിലുള്ളതായ വളരെ തന്നെയാണ് എന്ന് വിശ്വസിച്ചോടെ ഭഗവാൻ. അല്ല മറ്റൊരുവൻ്റെതായ അനുസൃതമായിട്ടുള്ള വളരാണോ ഇത്? തിരുവരാതികളെ തൃപ്തിയായോ? അല്ല ഭഗവാൻ അതെ ഇനിയും 2 പന്തി അടിച്ചാൽ കൊള്ളാമെന്നുണ്ടോ? ഉണ്ടോ തിരുവരാതികളെ? ആഹാ അല്ലേ? ആയതുകൊണ്ട് നിങ്ങളാകുന്നതായ വളരെ ചുറ്റുന്നതായ വരദേവതയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഈ ഭഗവാന്റേതായ കളികളും കാര്യകാരണങ്ങളും. ഭഗവാനില്ലാത്തതായ ഒരു കഥകളും കാര്യകാരണങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനില്ല ഇല്ലേ? കാര്യങ്ങളെ ഒരു മൗനം തുടക്കിലൊരു ഉത്തരം വേണ്ടേ? ഭയമുണ്ടോ? അല്ല അത്ര മതി എന്ന് കണ്ടു കരുതിയിട്ടുണ്ടോ? വാ പറയും കൊടുത്തിനോളൂ. കൂടുതൽ പോകാതീരതൊക്കെ വണ്ണം പരിപാലിച്ചു പോകണം എൻ്റെ ദൈവം എന്നിരിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ അല്ലേ? കരം പിടിച്ച് രക്ഷിച്ചനാഥൻ അല്ലേ? അല്ലേ? അങ്ങനെയുള്ളതായ അനുഭവത്തിൽ വെച്ചിട്ടും ഈ ഭഗവാൻ ഒരു കരുത്തും തന്നും അതോട് കൂടിയിട്ടും ആ ബന്ധത്തിന് ഒരു കരുത്ത് പകർന്നു തന്നു മഹാവിഷ്ണുമൂർത്തി കന്യാപ്രാണന്മാരിൽ അല്ലേ? ഇരിക്കട്ടെയായാലും ഇങ്ങനെയുള്ളതായ ശ്രീമന്നാരായണമൂർത്തി നിങ്ങളുടേതായ ആഗ്രഹത്തിനനുസൃതമായിട്ടും വേണ്ടുന്നതായ രൂപഭാവത്തോടു കൂടിയിട്ടും കളിച്ചു പോരുന്നതായ കളിക്കണം അല്ലേ? അങ്ങനെയുള്ളതായ കളിക്കണം വിപരീതമായിട്ടും എൻ്റെ കുറ്റികടാകൾ ഏതെങ്കിലും വേണം എൻ്റെ അടുത്ത് അല്ലേ? ഇത് ഏത് മുഹൂർത്തമാണ് അല്ലേ? അറിയാമല്ലോ, ഈ മുഹൂർത്തത്തെ കുറിച്ച് അറിയാമല്ലോ. നിസാരമല്ല അല്ലേ? അല്ലേ? അങ്ങനെ ഉള്ളതായ നെരിക്കുലത്തെ വീണ്ടെടുത്ത നാഥനല്ലേ ഭഗവാൻ അല്ലേ? അതുകൊണ്ട് നിങ്ങളാകുന്നതായ അനുഭവങ്ങൾ എന്തു തന്നെയാവട്ടെ, ഭഗവാന്റേതായ ഓരോ കർത്തവ്യങ്ങളും കാര്യകാരണങ്ങളും കണ്ടറിഞ്ഞു വേണം ഭഗവാന്റേതായ സാമീപ്യത്തിൽ നിൽക്കുവാൻ അല്ലേ? വേണ്ടേ? എഴുന്നേൽക്കാത്ത ഇരിക്കട്ടെയായാലും പറയാനുള്ളതായ മുഹൂർത്തങ്ങളുണ്ട് കേട്ടോ. ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട്. കേട്ടില്ലെങ്കിൽ വരാതികള് ഇന്നേവരക്കും നിങ്ങളേവരെയും ഞാൻ ഏതൊരു കളത്തിനകത്തായാലും അല്ലെ കളമറിഞ്ഞ് കളിക്കുവാൻ ഞാൻ അനുകൂലം തന്നിട്ടുണ്ട് അല്ലേ? ഏതൊരു കളത്തിനകത്തായാലും നിങ്ങൾക്ക് വേണ്ടുന്നതായ അനുകൂലത്തെയും അറിവിനെയും നിങ്ങളുടേതായ അറിവിനനുസൃതമായിട്ടുള്ള കഴിവിനെയും തന്നിട്ടുണ്ട് ഇല്ലേ? എനിക്കയാലും ഏതൊരു ശത്രുവിനും കൊടുത്തിട്ടില്ല ഞാൻ അല്ലേ? അതിന് കഴിയില്ലല്ലോ ഭഗവാൻ. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഇത്ര മാത്രം ആയാൽ മതിയോ അല്ലേ? എൻ്റെ ഭക്തന്മാർ ഇനിയും വരാനില്ലേ? അവരെല്ലാം കാത്തു നിൽക്കുന്നത് എന്തിനീ? അല്ല അവരെല്ലാം കാത്തു നിൽക്കുന്നത് എന്തിനീ? ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ? കാര്യമില്ലല്ലോ, ഭക്തന്മാർ കൈയെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റേതായ അഗ്നിയുള്ളതായ ആയോധനം കാണാൻ കഴിയാത്തവരുടേതായ മനസ്സിന് ഒരു മുഷിച്ചലുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇവിടെ കാണുവാനായിക്കൊണ്ട് എല്ലാ ഭക്തന്മാരും ഈ അതിലേക്ക് കൈയെടുത്തിരുന്നു. എല്ലാവർക്കും എൻ്റേതായ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മം അഗ്നിയോട് ആയോധനം തന്നെയാണല്ലോ. അത് കാണാനായിക്കൊണ്ട് കൊതിച്ചു പോരുന്നവരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് കാണണ്ടേ?
തന്നിരിക്കുന്ന അല്ലേ എല്ലാ മനസ്സിനകത്തൊന്നും എന്നോടൊന്നും അങ്ങനെയുള്ളതായ അവസ്ഥയുണ്ടോ? കരിവനാദികളെ ഇവരോടും തന്നെ അങ്ങനെയുള്ളതായ അവസ്ഥകൾ ഏതാനുമുണ്ടോ? തിരികടാകളെ അതിനു വേണ്ടിയിട്ട് കർമ്മത്തിരിക്കുന്ന ഏറ്റുപിടികളെല്ലാം എല്ലാവരും ിമാരെ തികഞ്ഞു എന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് തന്നെ പറയണം കേട്ടോ. നിങ്ങൾ പറയുന്നത് നമുക്ക് എന്നോട് തന്നെ പറഞ്ഞാൽ അത്ര മതി എന്നുള്ളതായ ചിന്തയുള്ളവരോ അല്ല അങ്ങനെ അല്ലെ കണ്ട് ആനന്ദിച്ചു പോരുന്നവരുണ്ടോ? എന്താണ് ഈ കർമ്മത്തിൻ്റെ ലക്ഷ്യം? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ കർമ്മത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്തായിരിക്കാം? ഗുരുക്കന്മാർ തന്നിരിക്കുന്നതായ ഒരു അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കർമ്മം ചെയ്യണം. എങ്കിലും നിങ്ങളുടേതായ ലക്ഷ്യം എന്താണ്? നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കണം അല്ലേ? അത് ഭംഗിയാണല്ലോ. നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കുന്നതിൻ്റെതായ കാരണം എന്താണ്? നിങ്ങളെ ബന്ധു, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടേതായ കുലബന്ധുവല്ലേ പരദേവത അല്ലേ? എൻ്റെ മനസ്സിനകത്ത് വിഷമതകളുണ്ടോ? പെൺകുട്ടികളോ താഴ്ത്തിയെടുത്തു കഴിഞ്ഞ രാത്രി തീരുമാനം അതെ മുഖമൂർത്തി വാളുപണ്ണാരം എൻ്റെ അതെ സ്ഥാനത്തിൽ നിന്നു ഞാനും എൻ്റെ കന്യാപ്രാതനും എന്നുള്ളതായ അനുഭവത്തിൽ അവിടെ അതെ കൊണ്ട് കയ്യെടുത്തു മുഖമൂർത്തി വാളുപണ്ണാരം അല്ലേ. ശേഷം ഞങ്ങളെന്തിരിക്കുന്നതായ കർമാനുഷ്ഠാനം അതെ നിങ്ങൾ ഈ അഗ്നി ഒരുക്കിയത് നമ്മുടെ ഭഗവാനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അത് ആർട്ടിനെ വിട്ടാൽ വരും ഒരേ അല്ലേ അല്ലേ ആണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ അതിനുള്ളതായ ശുദ്ധമായതുകൊണ്ട് ശേഷം ഈ മണ്ണിനകത്തോടുണ്ടതിനകത്ത് ഓരോ കർമ്മങ്ങളും ചെയ്യണം. 10 പേരും ഒത്തുചേർന്നാൽ മാത്രമേ ഞങ്ങളെത്തിരിക്കുന്നതായ കർമ്മം പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് വലുതായിരിക്കുന്ന കർമ്മം തന്നെ അല്ലേ? 5 കൊള്ളി പ്ലാവരതിനെ ഈ രൂപത്തിൽ ഒരുക്കി കൊടുക്കണം എന്നുള്ളത്. എന്ന് വേണ്ടിയിട്ട് നിങ്ങൾ മഞ്ഞൾ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. എങ്കിലും അതിലുപരിയായിട്ട് എൻ്റെ കല്ലാടിമാരി അല്ലേ നിങ്ങളെ പോലെ തന്നെ അഗ്നിയിൽ കളിക്കണ്ടേ അല്ലേ? വന്ന് എൻ്റേതായ ജലം
അല്ലേ ശുദ്ധീകരിക്കുവാനുള്ളതായ ജലം എടുക്കാൻ മുൻപ് ഏതൊരു വ്യക്തിയോടായാലും ക്ഷോഭിച്ചാൽ അവരുടേതായ മനസ്സിന് എന്ത് സംഭവിക്കും? എന്തുണ്ടാവും? അതാരുടെ ഭാഗത്തു നിന്ന് വന്നു? അങ്ങനെ വരാൻ പാടുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതിൻ്റെതായ പരിണതഫലം എന്തായി അറിയോ? അങ്ങനെ നിങ്ങൾ ചെയ്തതിൻ്റെതായ പരിണതഫലം എന്തായി അറിയോ? അറിഞ്ഞോ? എൻ്റെ അംശാംശം അല്പവതാരം, ഇത് പൂർണ്ണവതാരം. അല്ലേ? അംശം എന്താണ്? ആദ്യം തുടക്കം കുറിച്ച് അല്ലേ വെള്ളം വെച്ചു അല്ലേ, ശേഷം അത് അംശമാണല്ലോ. ശേഷം അതിൻ്റെതായ രണ്ടാമത്തെ ഭാഗം എന്നെ അതെ പാടി സ്തുതിച്ച് അതെ എന്നെ അതെ ആവാഹിച്ചെടുത്തു. ശേഷം അല്പ അവതാരമാണ് അല്ലേ, ശേഷം ഇത് പൂർണ്ണ അവതാരമാണ്. ഏതൊരു കളത്തിനകത്തായാലും അങ്ങനെ ക്ഷുഭിതന്മാരാവാൻ നിങ്ങൾ പാടില്ല. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിനം പുലർകാലയെങ്കിൽ വെച്ച് ചെയ്തതെന്തിനു വേണ്ടിയിട്ട്? ഈ ഒറ്റ ഒരു രൂപം കാണാനല്ലേ? അല്ലേ? ഈ ഒരു രൂപം കാണാനല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ ഈ കർമ്മങ്ങൾ ഇതായിരിക്കുന്ന കർമ്മം ചെയ്തത്. ആ രൂപം അണിയുന്നതായ ആ കല്ലാടിമാർക്ക് തന്നെ നിങ്ങൾ വിഷമം ഉണ്ടാക്കാൻ പാടുണ്ടോ? ആ കല്ലാടി എന്താണ് ചൊല്ലിക്കടിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? എന്താണ് പറയുന്നത് എന്ന് അറിയോ? എൻ്റേതായ കഥകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആ സമയത്ത് എൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോഴേ നിങ്ങളുടെ ഏതൊരു ശത്രു നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് കൈയെടുത്താൽ ആ ശത്രുവിനെ ഏത് പ്രകാരം സ്വീകരിക്കണം എന്ന് നിങ്ങൾ